ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെ കുറിച്ചാണ്. എന്താണ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്നാണ് നമ്മൾ ആദ്യം ഡെഫിനിഷൻ പറയാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഫിഗർ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ഡെഫിനേഷൻ എഴുതാൻ പോവാണ്. സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ പെർ യൂണിറ്റ് ടൈം ഇൻ ആൻ ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി. അതായത് ഒരു പ്രോബ്ലത്തിൽ, ഒരു സ്കാറ്ററിംഗ് പ്രോബ്ലത്തിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റിയിൽ നിന്ന് സ്കാറ്റേർഡ് ചെയ്തു പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അത് എങ്ങനെയുള്ള സ്കാറ്റേർഡ് പാർട്ടിക്കിളാണ്? സോളിഡ് ആംഗിൾ, ഒരു യൂണിറ്റ് ടൈമിൽ സോളിഡ് ആംഗിളിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് ഈ സോളിഡ് ആംഗിളിലൂടെ ഒരു യൂണിറ്റ് ടൈമിൽ, അത് ഒരു യൂണിറ്റ് സെക്കൻഡ് ആവാം, എനിത്തിങ് എൽസ്, ഒരു യൂണിറ്റ് സെക്കൻഡിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണെന്ത്? സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ദ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോളിഡ് ആംഗിൾ പെർ യൂണിറ്റ് ടൈം ഇൻ ആൻ ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ഇതാണ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സിഗ്മ സൈ. സൈ എന്നത് ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങിനാണ് എന്ത് ചെയ്യുക, സൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ടൈം, പെർ യൂണിറ്റ് ഏരിയയെ നമ്മൾ ക്യാപിറ്റൽ എൻ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് the number of the particles incident per unit area per unit second. ഓക്കെ, ഇനി ഇതിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, സ്കാറ്റേർഡ് ചെയ്തു പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതിനെ ഞാൻ ഡി എൻ എന്നുള്ള നൊട്ടേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഡി എൻ. അപ്പോൾ ഇവിടുന്ന് വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിലൂടെ പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, സ്കാറ്റേർഡ് ചെയ്തു പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദാറ്റ് ഈസ് ഡി എൻ എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ എന്നത് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടുന്ന് വരുന്ന നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് കൂടുകയാണെങ്കിൽ ഇതിലൂടെ സ്കാറ്റേർഡ് ചെയ്തു പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞതും കൂടും. സോ ഇറ്റ് വിൽ ബി റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അനദർ വൺ, ഡി എൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഈ സോളിഡ് ആംഗിൾ. ഇവിടെ സോളിഡ് ആംഗിൾ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യും, അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഈ സോളിഡ് ആംഗിൾ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, സ്കാറ്റേർഡ് ചെയ്തു പോകും. അപ്പോൾ ഡി എൻ എന്ന് പറഞ്ഞത് എന്തിനും കൂടി പ്രൊപ്പോർഷനാണ്? ഡി ഒമേഗ. ഡി ഒമേഗ എന്ന് പറഞ്ഞാൽ സോളിഡ് ആംഗിൾ കൊണ്ടാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ ലിങ്ക് ചെയ്ത് കണ്ട് നമുക്ക് ഡി എൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ഇൻറ്റു ഡി ഒമേഗ എന്നുള്ള നൊട്ടേഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഡി എൻ ഇൻറ്റു സിഗ്മ സൈ into n into d omega. If sigma psi is called a scattering cross section. Okay, sigma psi is equal to scattering cross section എന്നാണ് പറയുക. That can be calculated as sigma psi into d omega is equal to dn divided by n. Okay, അപ്പോൾ ഇതാണ് നമ്മൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കേസിലുള്ള സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ നമുക്ക് കാണണം. അതിനുവേണ്ടി നമ്മൾ ഈ ഫിഗറിലേക്ക് വരാണ്. ഈ ഫിഗറിൽ ഇതാണ് നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പാർട്ടിക്കിൾസ് വരുന്ന നമ്മൾ ഈ ഒരു റേഞ്ച് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ എന്താക്കിയിരിക്കുന്നു, ഈ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ പി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഡി പി ആയിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാണ്. വേർ പി ഇസ് ദ ഇമ്പാക്റ്റ് പാരാമീറ്റർ, ഡി പി ഇസ് ദ സ്മോൾ ചേഞ്ച് ഇൻ എന്ത് ഇമ്പാക്റ്റ് പാരാമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് റേഞ്ച് വിൽ ബി ഈക്വൽ ടു ഡി പി. കാരണം ഈ ലെങ്ത് ഇതിന് ഈക്വലൻ്റ് ആണ്. ഓക്കെ, ഫിഗറിലാണ് നമ്മൾ വലുതാക്കി വരയ്ക്കുന്നുള്ളൂ. ചെറിയൊരു ഏരിയ ആയിരിക്കും അതുണ്ടാവുക. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് ഇതാണ് നമ്മളെ സെൻറ്റർ എന്ന് പറയുന്നു. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരക്കാണ് അലോങ് ദിസ് പോയിന്റ്.
ഓക്കെ, ഈ പോയിന്റിലേക്ക് ഞാനൊരു സെൻറ്റർ ലൈൻ വരച്ചു. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ആയിരിക്കും. ഓക്കെ, ആറ്. ഈ ആംഗിൾ നമ്മൾ പറയുന്ന പേരാണ് സൈ, അതായത് ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് ആണ്. കാരണം ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ്, ഇത് സ്കാറ്റർ ചെയ്തു പോകുന്ന ഡയറക്ഷനാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് സൈ. ഓക്കെ, ഇനി ഇവിടുന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൾഡ് എ ബി. എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിന് ഞാൻ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ ദിസ് ആംഗിൾ ഇസ് സൈ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് ആറ്. അങ്ങനെയാണെങ്കിൽ എ ബി സീക്വൽ ടു, എ ബി നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എ ബി സീക്വൽ ടു ആർ ഇൻറ്റു സൈൻ സൈ എന്ന് നമുക്ക് എഴുതാം. ആർ ഇൻറ്റു സൈൻ സൈ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആർ ഇൻറ്റു സൈൻ സൈ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടേക്കും കൂടി ഞാനൊരു ലെങ്ത്ത് നമ്മൾ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ പോയിന്റിലേക്ക് ഞാനൊരു ലെങ്ത്ത് കൂടി വരയ്ക്കുകയാണ്. ഓക്കെ, റേഡിയസ് സെയിം ആയിരിക്കും, പക്ഷേ ആംഗിളിന് ചെറിയൊരു ആംഗിളാണ് കമ്പയർഡ് ടു ദിസ് വൺ. സോ ദിസ് ആംഗിൾ ഇസ് ഡി സൈ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആർക്കാണ് ഫോം ചെയ്തിട്ടുള്ളത്. ആർക്ക്, ആ ആർക്ക് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? യൂസിങ് ആംഗിൾ is equal to ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള റിലേഷൻ വെച്ച് നമുക്ക് കണ്ടെത്താം. സോ ദിസ് വാല്യൂ, അതായത് ബി സി, ഇതിനെ ബി സി എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബി സി is equal to നമുക്ക് എങ്ങനെ എഴുതാം? റേഡിയസ് എന്ന് പറഞ്ഞത് ആറാണ്, ആംഗിൾ എന്ന് പറഞ്ഞത് ഡി സൈ. സോ ആർ ഇൻറ്റു ഡി സൈ. ഓക്കെ, അപ്പോൾ ബി സി is equal to ആർ ഇൻറ്റു ഡി സൈ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലെങ്ത്ത് ആർ സൈൻ സൈ, ബി സി എന്ന് പറയുന്ന ആർക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഡി സൈ. ഇനി നമുക്ക് ആദ്യം സോളിഡ് ആംഗിൾ എന്താണെന്ന് നമുക്ക് പറയണം. അതിന് മുമ്പായിട്ട്, സോളിഡ് ആംഗിൾ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ റേഡിയസ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ റേഡിയസ് കണ്ടെത്താൻ വേണ്ടി, ഏരിയ കാണാൻ വേണ്ടി, ആ സോണിൻ്റെ ഏരിയ കാണാൻ വേണ്ടി, ഏരിയ ഓഫ് ദ സോൺ, ഏത് സോണ്? നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം, അതിൻ്റെ ഏരിയ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് 2π ഇൻറ്റു എ ബി ഇൻറ്റു ബി സി. ഓക്കെ, അപ്പോൾ എ ബി ഇൻറ്റു ബി സി എന്നതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സൈൻ സൈ. ബി സി എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ഡി സൈ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ആർ സ്ക്വയർ സൈൻ സൈ ഡി സൈ. ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ സോൺ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ റേഡിയസ്, സ്ക്വയർ ഓഫ് ദ റേഡിയസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോളിഡ് ആംഗിളിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അതായത് ഈ ഏരിയനെ ഇതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ വെച്ചിട്ട്, സെൻറ്ററിൽ നിന്നുള്ള റേഡിയസിൻ്റെ സ്ക്വയർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോളിഡ് ആംഗിൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതിനാണ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. സോ നമുക്കത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് റേഡിയസ് എന്ന് പറഞ്ഞത് എന്താണ്? ആർ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് ആർ സ്ക്വയർ. സോ സോളിഡ് ആംഗിൾ ഡി ഒമേഗ ഈക്വൽ ടു ഏരിയ ഓഫ് ദ സോൺ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ആർ സ്ക്വയർ സൈൻ സൈ ഡി സൈ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. That is equal to 2π sin psi d psi. അപ്പോൾ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞത് സെൻറ്ററിൽ നിന്ന് ഉള്ള ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സൈൻ സൈ. അതായത് ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? ഡി ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ ഉണ്ട്, സോളിഡ് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. സിഗ്മ സൈ ഡി ഒമേഗ ഈക്വൽ ടു ഡി എൻ ഡിവൈഡ് ബൈ എൻ എന്നുള്ള ഇക്വേഷൻ. അതിൽ പകരം ഈ ഡി ഒമേഗയ്ക്ക് പകരം ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? സിഗ്മ സൈ ഇൻറ്റു 2π സൈൻ സൈ ഡി സൈ ഈക്വൽ ടു ഡി എൻ ഡിവൈഡ് ബൈ എൻ.
ഓക്കെ. ഫ്രം ദിസ് ഡി എൻ ഇസ് ഈക്വൽ ടു, ഡി എൻ എന്ന് പറഞ്ഞാൽ ആ സോളിഡ് ആംഗിളിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് സ്കാറ്റർ ചെയ്തു പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2πn സിഗ്മ സൈ സൈൻ സൈ ഡി സൈ. ദിസ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് ഫിഗറിലേക്ക് വരാം. ഇതിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ആണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിലൂടെ വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഈക്വലൻ്റ് ആയിരിക്കും. ശരിയല്ലേ? കാരണം ഇതിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഈ ഒരു റേഞ്ചിലൂടെ എന്ത് ചെയ്യുന്നത്, സ്കാറ്റർ ചെയ്തു പോകുന്നത്. സോ ഇതിലൂടെ വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് പ്രൊപ്പോർഷണൽ എന്തെങ്കിലും ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും ഡി എൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്നുള്ള വാല്യൂ നമുക്ക്, അതായത് എത്ര പാർട്ടിക്കിൾസാണ് ഇതിലൂടെ പോകുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഏരിയനെ നമുക്ക് n കൊണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഇക്വലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനും പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിലുള്ള ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഈ റിലേഷൻ എന്ന് പറയുന്നത് സൈൻ്റെയും സൈ പ്ലസ് ഡി സൈൻ്റെയും പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അത് എന്തിന് ഈക്വലൻ്റ് ആണ്? റോ ആൻഡ് റോ പ്ലസ് ഡി റോയിലൂടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ മാത്രം ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ. സോ ദിസ് ഈസ് ദ ഫിഗർ. ഇതിനെ നമ്മൾ പി എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഡി പി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിലുള്ള ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഈക്വൽ ടു എന്താ പറയുക, 2π ഇൻറ്റു റോ ഇൻറ്റു ഡി റോ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ദിസ് ഈസ് കോൾഡ് ഡി എ, ഏരിയ ആണ്. ദാറ്റ് ഈസ് n ഇൻറ്റു ഡി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2πn റോ ഇൻറ്റു ഡി റോ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. This is the number of particles incident in this figure. Okay, അല്ലെങ്കിൽ in this case. അപ്പോൾ റോയിൻ്റെയും ഡി റോയുടെയും ഇടയിലുള്ള സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് എന്തിന് ഈക്വലൻ്റ് ആണ്? ഈ ഡി എന്നിന് ഈക്വലൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമ്മൾ ഇക്വേഷനെ മാച്ച് ചെയ്താണ്. അത് എന്തിന് ഈക്വലാണ്? ഡി എന്നിന് ഈക്വലാണ്. സോ കമ്പയറിങ് ദിസ് 2 ഇക്വേഷൻ, കാരണം രണ്ടും എന്താണ്, ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് രണ്ടും കമ്പയർ ചെയ്യാം. സോ 2πn റോ ഡി റോ ഈക്വൽ ടു 2πn സിഗ്മ സൈ സൈൻ സൈ ഡി സൈ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യുക. 2πn ക്യാൻസൽ ചെയ്യാൻ പറ്റും രണ്ട് സൈഡിലും. സോ അത് ക്യാൻസൽ ചെയ്തു. ഫ്രം ദിസ് സിഗ്മ സൈ ഈക്വൽ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഇപ്പോൾ റോ ഡിവൈഡഡ് ബൈ സൈൻ സൈ ഇൻറ്റു ഡി റോ ഡിവൈഡഡ് ബൈ ഡി സൈ എന്ന് കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമ്മൾ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ കാണാനുള്ള വേറെ റിലേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എത്തി. റോ സൈൻ സൈ that is equal to d rho divided by d psi. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഇവിടെ നോക്കാം. സ്കാറ്റേർഡ് ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ റോ ഡി റോ ഡിവൈഡ് ബൈ ഡി സൈ. റോ എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് പാരാമീറ്ററാണ്. ഡി സൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങും ആണ്. ഇനി നമ്മുടെ ഫിഗറിലേക്ക് ഒന്ന് വരാം. ഇവിടെ നോക്കാം. ഇവിടെ ഡി റോ എന്നതിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ഈ ലെങ്ത് സോളിഡ് ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് സോളിഡ് ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ഇമ്പാക്റ്റ് പാരാമീറ്റർ. അതായത് ഒരു ഓപ്പോസിറ്റ് നേച്ചറാണ് അവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ കുറയുമ്പോൾ സോളിഡ് ആംഗിളിൻ്റെ വാല്യൂ കൂടും. നേരെ തിരിച്ച് ഇതിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ സോളിഡ് ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷനിൽ നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ.
സോ അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ സൈ ഈ റിലേഷനിൽ നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇമ്പാക്റ്റ് പാരാമീറ്ററും അതുപോലെ ഈ ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങും. ആംഗിൾ ഓഫ് സ്കാറ്ററിങ് നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? ആ സ്കാറ്റേഡ് ചെയ്തു പോകുന്ന ആ ഒരു ലെങ്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ടാണ്. അത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കാറ്ററിങ് ആംഗിൾ കുറയും. അപ്പോൾ നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും ഒരു ഓപ്പോസിറ്റ് നേച്ചറിൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നെഗറ്റീവ് സൈൻ ഈസ് shows that the larger impact parameter will be scattered through a smaller angle. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഇമ്പാക്റ്റ് പാരാമീറ്റർ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ. അപ്പോൾ റോസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ക്യാപിറ്റൽ സെറ്റ് സ്മോൾ സെറ്റ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 pi e epsilon 0 cot psi by 2 എന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി റോ ഡിവൈഡ് ബൈ ഡി സൈ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇത്രയും ടേംസ് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ക്യാപിറ്റൽ സെറ്റ് സ്മോൾ സെറ്റ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 8 pi epsilon 0 e cot psi by 2 that is equal to minus cosine square psi by 2 into 1 by 2. ഓക്കെ, കാരണം കോട്ടിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് കൊസി സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 3ലേക്ക് വരാം. ഇക്വേഷൻ നമ്പർ 3 എന്തായിരുന്നു? സിഗ്മ സൈ ഈക്വൽ ടു റോ ഡിവൈഡഡ് ബൈ സൈൻ സൈ ഇൻറ്റു ഡി റോ ഡിവൈഡ് ബൈ ഡി സൈ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. റീകോൾ ഇക്വേഷൻ നമ്പർ 3. ഇതിൽ ഡി റോ ഡിവൈഡ് ബൈ ഡി സൈക്ക് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റോക്ക് പകരം ഈ ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4 ആൻഡ് 5. 4, 5 in 3 എങ്ങനെ എഴുതാം? സിഗ്മ സൈ ഈക്വൽ ടു റോ എന്ന് പറഞ്ഞാൽ സെറ്റ് ക്യാപിറ്റൽ സെറ്റ് സ്മോൾ സെറ്റ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 8 pi epsilon 0 e divided by sin psi cot psi by 2. ഓക്കെ, ദെൻ ഡി റോ ഡിവൈഡ് ബൈ ഡി സിഗ്മ. ഒരു നെഗറ്റീവ് ഉണ്ട് ഇവിടെ, കാരണം നമ്മൾ പറഞ്ഞ നെഗറ്റീവ്, ആ നെഗറ്റീവ് ഇവിടെ നെഗറ്റീവ്. ഓക്കെ, ദിസ് ക്യാപിറ്റൽ സെറ്റ് സ്മോൾ സെറ്റ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 pi epsilon 0 e minus cosine square psi by 2 into 1 by 2. So this is 16. Okay, that is equal to. ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പോസിറ്റീവായിട്ട് മാറി. സെഡ് സ്മോൾ സെഡ് ഇ സ്ക്വയർ, ദെൻ 8 pi epsilon 0 e. വേണമെങ്കിൽ ഞാനിവിടെ 8 ആക്കി എഴുതാണ്, ഇവിടെ ഒരു 2 കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് എഴുതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം എന്തിനാണെന്ന്. കാരണം ഇത് രണ്ടും നമുക്ക് സ്ക്വയർ ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/2 ക്യാപിറ്റൽ സെറ്റ് സ്മോൾ സെറ്റ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 8 pi epsilon 0 e ഹോൾ സ്ക്വയർ എന്നെഴുതാം. കാരണം മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, സോ നമ്മൾ സ്ക്വയർ ആയിട്ട് എഴുതി. ദെൻ കോട്ട് സൈ ബൈ 2 divided by sin psi, then cosine square psi by 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി സൈൻ സൈൻ നമുക്ക് എങ്ങനെ എഴുതാം? സ്മോൾ സെറ്റ് ക്യാപിറ്റൽ സെറ്റ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 8 pi epsilon 0 e ഹോൾ സ്ക്വയർ കോട്ട് സൈ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സൈനെ 2 sin psi by 2 cos psi by 2. അതായത് sin x is equal to 2 sin x by 2 cos x by 2 എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ മാറ്റിയിരുന്നത്. ഇൻറ്റു കൊസീ സ്ക്വയർ psi by 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2, ഇവിടെ ഒരു 2 വരുന്നുണ്ട്, 1/4 ക്യാപിറ്റൽ സെറ്റ് സ്മോൾ സെറ്റ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ
h pi epsilon 0 e all square ഇൻറ്റു ഇവിടെ കോട്ട് സൈ ബൈ 2 ഉണ്ട്, ഇവിടെ സൈൻ സൈ ബൈ 2, കോസ് സൈ ബൈ 2. കോട്ട് സൈ ബൈ 2 നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കോസ് സൈ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സൈ ബൈ 2 എന്ന് വരും. കോട്ടിനെ മാറ്റി എഴുതിയാൽ ദെൻ ഡിനോമിനേറ്ററിൽ സൈൻ സൈ ബൈ 2 കോസ് സൈ ബൈ 2 എന്ന് തന്നെയാണ്. ദെൻ കൊസി സ്ക്വയർ സൈ ബൈ 2 എന്നും കൂടി നമുക്ക് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കോസ് സൈ ബൈ 2 ഉണ്ട്, ഇവിടെ കോസ് സൈ ബൈ 2 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ സൈൻ സൈ ബൈ 2, ഇവിടെയും സൈൻ സൈ ബൈ 2, അപ്പോൾ സൈൻ സ്ക്വയർ സൈ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ക്യാപിറ്റൽ സെഡ് സ്മോൾ സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 pi epsilon 0 e all square into 1 divided by sin square psi by 2 into cosine square psi by 2. 1 divided by sin psi by 2 എന്ന് പറഞ്ഞാൽ cosine psi by 2 ആണ്. ഇപ്പോൾ sin square ആകുമ്പോൾ cosine square psi by 2 വരും, രണ്ടും കൂടി കൂട്ടുമ്പോൾ പവർ 4 ആയിട്ട് മാറും. സോ സിഗ്മ psi is equal to 1/4 capital Z small z e square divided by 8 pi epsilon 0 e all square cosine raised to 4 psi by 2. This is the value for the scattering cross section. അപ്പോൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ വാല്യൂ ആണ്, ദാറ്റ് ഈസ് 1/4 സെഡ് ക്യാപിറ്റൽ സെഡ്. ക്യാപിറ്റൽ സെഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പറാണ്. ഈയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് സ്കാറ്റർഡ് ഇൻസിഡൻറ്റ് ചെയ്യേണ്ട പാർട്ടിക്കിൾസിൻ്റെ ചാർജ് ഡിവൈഡഡ് ബൈ എനർജി, ദെൻ സൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് സ്കാറ്ററിങ്. അപ്പോൾ ഇതെന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് സ്ക്വയർ ഓഫ് ദ ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് ഒന്നാമത്തെ കണ്ടന്റ്, സ്ക്വയർ ഓഫ് ദ ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ്. രണ്ടാമത്തെ സ്ക്വയർ ഓഫ് ദ ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ, ദെൻ angle of scattering, then inversely proportional to the square of the kinetic energy. ഈ 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ 4 കാര്യങ്ങളെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത്, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ സൈ ഈക്വൽ ടു സി ഇൻറ്റു കൊസി സ്ക്വയർ സൈ ബൈ 2 എന്ന് നമുക്ക് എഴുതാം. ഫോർ സിംപ്ലിസിറ്റി, നമുക്ക് പ്രോബ്ലമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ റിലേഷനും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വേർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. കാരണം സി എന്ന് പറഞ്ഞത് ന്യൂക്ലിയസിൻ്റെ ചാർജ്, ന്യൂക്ലിയസിൻ്റെ എനർജി, അതുപോലെ ഈ കാര്യങ്ങളെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇൻ റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ് 10 power of 5 alpha particles are scattered at an angle of 2 degree. Calculate the number of alpha particles scattered at an angle of 20 degree. അതായത് 2 ഡിഗ്രി ആവുന്ന സമയത്ത് സ്കാറ്റേഡ് ചെയ്തു പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, അതായത് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 10 power of 5 ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ സൈ 1. സൈ 1 എന്ന് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യുന്നു, 2 ഡിഗ്രി ആക്കി. ആദ്യത്തെ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഞാൻ 2 ഡിഗ്രി ആക്കി എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ സൈ 1 എന്ന് പറയുന്നത് എത്രയാണ്, 10 power of 5 ആണ്. ഓക്കെ, നമ്മളോട് രണ്ടാമത്തെ കേസിലുള്ള സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ഡിഗ്രി ആണ്. സോ നമുക്ക് ഈ റിലേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സിഗ്മ സൈ 1 ഈക്വൽ ടു സി ഇൻറ്റു കൊസി സ്ക്വയർ psi 1 by 2 എന്ന ഇക്വേഷൻ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സിഗ്മ psi 2 ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു കൊസി സ്ക്വയർ psi 2 ഡിവൈഡ് ബൈ 2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ദെൻ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. സിഗ്മ psi 2 ഡിവൈഡഡ് ബൈ സിഗ്മ psi 1 ദാറ്റ് ഈസ് ഈക്വൽ ടു കൊസി സ്ക്വയർ psi 2 divided by 2 divided by cosine square psi 1 by 2. psi 1 psi 2 നമുക്കറിയാം. അപ്പോൾ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. cosine square
psi 2 എന്ന് പറഞ്ഞാൽ 20/2 10 divided by cosec square 2 divided by 2 that is equal to 1. Okay, that is equal to 10 power of minus 4 എന്ന് വരും. ദെൻ അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് കിട്ടി? 10 power of minus 4 കിട്ടി. നമുക്ക് സിഗ്മ psi 2 ആണ് കാണേണ്ടത്. ദറ്റ് ഈസ് 10 power of minus 4 ഇൻറ്റു സിഗ്മ psi 1 ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ psi 1 എന്ന് പറഞ്ഞാൽ 10 power of 5 ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 10 എന്ന് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ സ്കാറ്റർ ചെയ്തു പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 10 ആയിട്ട് എന്ത് ചെയ്യും? ചുരുങ്ങും. അതായത് ആംഗിൾ ഓഫ് സ്കാറ്ററിങ് കൂടുമ്പോൾ നമ്പർ ഓഫ് സ്കാറ്റേർഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത് അവിടെ എന്ത് ചെയ്യാണ്? കുറയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇൻസിഡൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അതായത് ഡിഗ്രീസ് സ്കാറ്ററിങ് ആംഗിൾ കൂടിയപ്പോൾ അവിടെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്തു? കുറഞ്ഞു എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല നമ്മളെ റിലേഷനിൽ നമുക്ക് കാണാനും പറ്റും. കാരണം റിലേഷൻ എന്തായിരുന്നു? നമുക്കിങ്ങനെ റിലേഷൻ നമുക്ക് കിട്ടിയിരുന്നു. ദാറ്റ് ഈസ് സിഗ്മ psi ഈക്വൽ ടു റോ സൈൻ psi ഡി റോ ഡിവൈഡ് ബൈ ഡി psi. അപ്പോൾ psi എന്ന് പറയുന്നത് ഇവിടെ ഇൻവേഴ്സ്ലി ആയിട്ടാണ് വരുന്നത്. സോ psiക്ക് അനുസരിച്ച് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എന്ത് വരുന്നത്. ഓക്കെ, ഇതിലാണ് നമുക്ക് സ്കാറ്ററിങ്ങിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ സ്കാറ്ററിങ്ങിൻ്റെ ഈ പ്രോബ്ലം നമുക്ക് ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചിട്ടും അതുപോലെ ഒരു സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ് എന്താ പറയുക സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.